ഇന്ന് കസ്റ്റമേഴ്സ് മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ് അവരുടെ ലേബിൾ ഒട്ടുന്നില്ല. അവർ പ്രിന്റ് ചെയ്ത ലേബിളിൻ്റെ കളറ് മാഞ്ഞു പോകുന്നു, അവരുടെ ലേബിളിൻ്റെ പ്രൈസ് കൂടുതലാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളും കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഈ ഒട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കർവ്ഡ് സർഫസിലാണോ ഒരു ഫ്ലാറ്റ് സർഫസിലാണോ ഒട്ടിക്കണേ എന്നൊക്കെ നമുക്ക് നല്ലൊരു ധാരണ വേണം. ഇതിനൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡസീവ് ആപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട്. അപ്പം നല്ലൊരു സെയിൽസ് ടീം വന്ന് അത് ഗൈഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു വെണ്ടർ ആണെങ്കിൽ അവരത് കറക്റ്റായിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് തരും. രണ്ടാമത് ഡ്യൂറബിലിറ്റി. ഈ സ്റ്റിക്കർ നമുക്ക് എത്ര നാൾ നമ്മുടെ പ്രോഡക്റ്റിൽ ഉണ്ടാവണം? 1 മാസമാണോ, 6 മാസമാണോ, 1 കൊല്ലമാണോ? അപ്പം ഇതനുസരിച്ച് ഈ ലേബിളിൻ്റെ അഡസീവ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണം കസ്റ്റമറിന് കൊടുക്കാനായിട്ട്. മൂന്നാമത് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഇപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ പ്രൈസ് കൂടുതലാണ്. അതിന് നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി എന്ത് വേണം, നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ പറ്റുമോ, നമുക്കൊരു മാസം എത്ര ലേബിൾ വേണം, ഇതിൻ്റെ ഒരു കാൽക്കുലേഷനും കൂടെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ലേബിൾ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫിനിക്സ് ലേബിളിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് സെയിൽസ് ടീം ഉണ്ട്, പോയി നമുക്കിത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനത്തെ ടൈപ്പ് ലേബിളാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു സർഫസിൽ. രണ്ടാമത് നമുക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സും നമ്മുടെ കയ്യിലുണ്ട്. കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സും നമുക്ക് കൊടുക്കാൻ പറ്റും. മൂന്നാമത് അവരുടെ ക്വാണ്ടിറ്റി റിക്വയർമെൻറ്റ് അനുസരിച്ച് ഒരു കോസ്റ്റ് എഫക്റ്റീവ് നല്ല പ്രൈസിങ്ങും നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.